ഹായ്, മല്ലു എക്സ്പ്ലോററിന്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലൂടെയും നടത്തിയ ഒരു നീണ്ട യാത്രയുടെ യാത്രാവിവരണങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. എന്നെപ്പറ്റിയും ഈ യാത്ര തുടങ്ങാനുണ്ടായ സാഹചര്യത്തെ പറ്റിയുമൊക്കെ ഞാൻ വഴിയെ പറയാം. ഇറ്റ്സ് മീ സഞ്ജിത് സലാം, ദ മല്ലു എക്സ്പ്ലോറർ. വെൽക്കം ടു ദ വീഡിയോ. എന്റെ ഗ്രേറ്റ് ഇന്ത്യൻ ജേണിയുടെ ആദ്യത്തെ ദിവസം ഇതാ ഇവിടെ തുടങ്ങുകയാണ്. പപ്പയോടും മമ്മിയോടും യാത്ര പറഞ്ഞ് എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞാൻ യാത്ര തിരിച്ചു. ഗോപ്രോയിൽ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് കണ്ടപ്പോൾ ഡ്രൈവർ ചേട്ടൻ ഒരു കൗതുകമായി. ക്യാമറയെ പറ്റിയും ക്യാമറയുടെ ഫീച്ചേഴ്സിനെ പറ്റിയുമൊക്കെ പല ചോദ്യങ്ങളായി. ആ ചേട്ടൻ ക്യാമറയെ പറ്റി എക്സൈറ്റഡ് ആയിരുന്നെങ്കിൽ ഞാൻ എൻ്റെ ഏറെ കാലത്തെ ആഗ്രഹം സാക്ഷാത്കരിക്കാൻ പോകുന്നതിനെ പറ്റി എക്സൈറ്റഡ് ആയിരുന്നു. ഞാൻ പലതവണ അതിനുവേണ്ടി ശ്രമിച്ചതും ആ ശ്രമങ്ങൾ പരാജയപ്പെട്ടതുമൊക്കെ ഓർത്തിരുന്നു. അങ്ങനെ ആ ഓർമ്മകൾ ചെന്ന് അവസാനിച്ചത് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലാണ്. ഞാൻ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ അവോയ്ഡ് ചെയ്തിരുന്ന ഒരു യാത്രാമാർഗമാണ് ട്രെയിൻ യാത്ര. റെയിൽവേ സ്റ്റേഷനിലെ വൃത്തിയില്ലായ്മയും ദുർഗന്ധവും ആളുകളുടെ പല രീതിയിലുള്ള പെരുമാറ്റങ്ങളുമൊക്കെ ഭയന്ന് പലപ്പോഴും ഞാൻ ട്രെയിൻ യാത്ര ഒഴിവാക്കിയിരുന്നു. എന്നാൽ എൻ്റെ ഈ നീണ്ട യാത്രയ്ക്ക് ഞാൻ തിരഞ്ഞെടുത്ത മെയിൻ യാത്രാമാർഗം നമ്മുടെ ഇന്ത്യയിലുടനീളമുള്ള ഇന്ത്യൻ റെയിൽവേ ആണ്. അതിനെന്നെ പ്രേരിപ്പിച്ചത് ഒരു നല്ല യാത്രികനാകണമെങ്കിൽ, ഒരു നല്ല എക്സ്പ്ലോറർ ആകണമെങ്കിൽ ഏതു സാഹചര്യത്തിലും യാത്ര ചെയ്യാൻ റെഡിയായിരിക്കണം എന്നൊരു തോട്ടാണ്. ഇന്ത്യ മാത്രമല്ല, ഈ സുന്ദരമായ ലോകം മുഴുവനും എക്സ്പ്ലോർ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതിനായി എൻ്റെ മനസ്സിനെ പാകപ്പെടുത്താനുമാണ് ഈ ഒരു യാത്ര. അതിന് ഏറ്റവും നല്ലത് നമ്മുടെ ഇന്ത്യൻ റെയിൽവേയിലൂടെ സഞ്ചരിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ ഞാൻ എൻ്റെ പ്ലാറ്റ്ഫോം കണ്ടുപിടിച്ച് കാത്തു നിൽക്കുമ്പോൾ പ്ലാറ്റ്ഫോമിലേക്ക് ഇതാ പയ്യെ പയ്യെ അടുത്തു വരുന്നു കോട്ടയം വഴി പോകുന്ന ബാംഗ്ലൂർ കന്യാകുമാരി എക്സ്പ്രസ്. ഞാൻ ബുക്ക് ചെയ്തത് ഒരു സ്ലീപ്പർ ക്ലാസ് ആണ്. ഞാൻ വേഗം തന്നെ എൻ്റെ ബോഗിയിലേക്ക് അടുത്തു നീങ്ങി. എറണാകുളം ടൗണിൽ ഒരുപാട് യാത്രക്കാർ ഇറങ്ങിയിരുന്നു. അതുകൊണ്ട് തന്നെ ട്രെയിനിൽ അത്ര തിരക്ക് തോന്നിയില്ല. അങ്ങനെ ബാക്ക് പാക്ക് ഒക്കെ വെച്ച് എൻ്റെ സീറ്റിലിരുന്നു. കുറച്ചു കഴിഞ്ഞ് ട്രെയിൻ നീങ്ങി തുടങ്ങി. എന്തെന്നില്ലാത്തൊരു സന്തോഷമായിരുന്നു അപ്പോൾ. ഇനി ഞാൻ എന്നെപ്പറ്റി പരിചയപ്പെടുത്താം. എൻ്റെ പേര് സഞ്ജിത് സലാം. എറണാകുളം ജില്ലയിലെ നെട്ടൂർ എന്ന സ്ഥലത്താണ് എൻ്റെ വീട്. കഴിഞ്ഞ 6 കൊല്ലമായിട്ട് ഞാൻ ദുബായിൽ വർക്ക് ചെയ്യുവാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഒരു വലിയ ഫിനാൻഷ്യൽ ഹിറ്റ് സംഭവിച്ചപ്പോൾ അവർ എംപ്ലോയീസിനെ പലരെയും പിരിച്ചുവിടാൻ തീരുമാനിച്ചു. അതിന്റെ ഭാഗമായി എൻ്റെ ജോലിയും പോകുമെന്ന ഒരു അവസ്ഥ വന്നപ്പോൾ ഞാനായിട്ട് തന്നെ ആ കമ്പനിയിൽ നിന്ന് റിസൈൻ ചെയ്തു. കുറെ നാളുകളായിട്ട് കരിയറിൽ നിന്ന് ഒരു ബ്രേക്ക് എടുക്കണമെന്ന് വിചാരിച്ചിരിക്കുന്ന സമയത്താണ് ഈ ഒരു പ്രതിസന്ധി ജീവിതത്തിൽ വന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ആ പ്രതിസന്ധിയെ ഒരു അവസരമായിട്ടാണ് കണക്കാക്കിയത്. കാരണം കുറെ നാളുകളായിട്ട് മനസ്സിലുണ്ടായിരുന്ന ഒരു ആഗ്രഹം, നമ്മുടെ സ്വന്തം ജന്മനാടായിട്ടുള്ള ഇന്ത്യ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക എന്നത്. അതിനിതാ സാഹചര്യം ഒത്തുവന്നിരിക്കുകയാണ്. അങ്ങനെ ദുബായിലെ ജോലി രാജിവെച്ച് തിരിച്ചു നാട്ടിൽ വന്ന് എൻ്റെ പാരൻസായിട്ട് കുറച്ച് ദിവസങ്ങൾ ചിലവഴിച്ചതിനു ശേഷം ഞാൻ എൻ്റെ യാത്രയ്ക്ക് വേണ്ടിയുള്ള ഒരുക്കങ്ങൾ തുടങ്ങി. ഇന്ത്യയിലെ സദേൺ മോസ്റ്റ് ടിപ്പിൽ നിന്നും ഇന്ത്യയുടെ നമുക്ക് എത്തിപ്പെടാൻ പറ്റുന്ന നോർത്തേൺ മോസ്റ്റ് ടിപ്പ് വരെ ഒരു യാത്ര. അതായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ചില ശാരീരിക പ്രശ്നങ്ങളാൽ ഞാൻ പ്ലാൻ ചെയ്തതുപോലെ എനിക്ക് ആ യാത്ര കംപ്ലീറ്റ് ചെയ്യാൻ സാധിച്ചില്ല. എങ്കിലും പല സംസ്ഥാനങ്ങളിലൂടെയും ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലൂടെയും പ്രകൃതിയുടെ പല അത്ഭുതങ്ങളിലൂടെയും ഒക്കെ എനിക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിച്ചു. യാത്ര തുടങ്ങിയ കന്യാകുമാരിയിലേക്കാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഏകദേശം 6 മണിക്കൂർ നീണ്ട യാത്രയായിരുന്നു അത്. ട്രെയിൻ അതിവേഗം എറണാകുളത്തെ പിന്നിലാക്കി പോവുകയാണ്. ഞാൻ കുറച്ചു നേരം ഡോറിനരികിൽ നിന്ന് കാഴ്ചകൾ ആസ്വദിച്ചു. 6 മണിക്കൂർ നീണ്ട യാത്രയായതുകൊണ്ട് തന്നെ സമയം തള്ളി നീക്കാൻ കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്തിരുന്നു.
അങ്ങനെ ഇരിക്കുമ്പോൾ ഇതാ യാത്രയുടെ വൈബ് കൂട്ടാനായി ഇരട്ടി മധുരം പോലെ മഴ ചാറുന്നു. ഞാൻ വേഗം ഡോറിലേക്ക് നടന്നു നീങ്ങി. വളരെ മനോഹരമായ കാഴ്ചയായിരുന്നു അത്. പാടങ്ങളെയും ദൂരെ മലനിരകളെയും പിന്നിലാക്കി ട്രെയിൻ ഇതാ കുതിച്ചു നീങ്ങുകയാണ്. മുഖത്തും ശരീരത്തും ആ മഴത്തുള്ളികൾ വന്നു വീണപ്പോൾ ഒരു പ്രത്യേക സുഖമായിരുന്നു. ആ കാഴ്ചകൾ കണ്ട് വീണ്ടും കുറെ നേരം ഞാൻ ആ ഡോർ സൈഡിൽ തന്നെ നിന്നു. അങ്ങനെ ട്രെയിൻ ഏകദേശം കന്യാകുമാരി എത്താറായി. ഓരോ സ്റ്റേഷൻ കഴിയുമ്പോഴും എൻ്റെ കോച്ചിലെ സീറ്റുകൾ ഒഴിഞ്ഞൊഴിഞ്ഞു വന്നു. അങ്ങനെ ഇതാ നമ്മൾ കന്യാകുമാരി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷം തോന്നി എനിക്ക്. എൻ്റെ ഈ യാത്രയിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷൻ കന്യാകുമാരി. സ്റ്റേഷനിലേക്ക് ട്രെയിനിൽ നിന്ന് ആളുകൾ ഇറങ്ങുന്നത് കണ്ടപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഭൂരിഭാഗം ആളുകളും തീർത്ഥാടകരാണ്. എന്നെപ്പോലെ സഞ്ചാരിയായിട്ട് വളരെ ചുരുക്കം ആളുകളുള്ളൂ. ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ എൻ്റെ ഈ യാത്രയിലെ ഫസ്റ്റ് ട്രാവൽ ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഇന്ത്യയുടെ സദേൺ മോസ്റ്റ് ടിപ്പ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ ഉള്ളൂ. ഞാൻ നടക്കാൻ തീരുമാനിച്ചു. കുറച്ച് നടന്നു നീങ്ങിയപ്പോഴാണ് എൻ്റെ ബാഗിൻ്റെ കഠിനമായ ഭാരം ഫീൽ ചെയ്തു തുടങ്ങിയത്. യാത്രയുടെ എക്സൈറ്റ്മെന്റ് കാരണം ഇതുവരെ ഭാരം അത്ര ഫീൽ ചെയ്തിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഷോൾഡർ പെയിൻ തോന്നുന്നുണ്ട്. കന്യാകുമാരി ബീച്ച് സൈഡിലേക്ക് നടന്നു നീങ്ങുമ്പോൾ ചെറിയ ചെറിയ അമ്പലങ്ങൾ കാണാം, പൂജാ സാമഗ്രികൾ വിൽക്കുന്ന ഷോപ്പുകൾ കാണാം, അതുപോലെ തന്നെ ഒരുപാട് സുവനീർ ഷോപ്പുകളും കാണാം. അങ്ങനെ നോക്കുമ്പോൾ ഒരു നീണ്ട ക്യൂ. അതെന്തിനാണെന്ന് എനിക്ക് ആദ്യം മനസ്സിലായില്ല. പിറ്റേ ദിവസവും ക്യൂ കണ്ടപ്പോഴാണ് അത് വിവേകാനന്ദ റോക്ക് മെമ്മോറിയലിലേക്ക് പോകാനുള്ള ഫെറിയുടെ ടിക്കറ്റ് എടുക്കാനുള്ള ക്യൂ ആണെന്ന് മനസ്സിലായത്. ഭഗവതി അമ്മാൻ ക്ഷേത്രത്തിന്റെ ഇടവഴിയിലൂടെ നടന്ന് ഞാൻ ബീച്ച് സൈഡിലേക്ക് എത്തി. അവിടെ നിന്ന് കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. തല ഉയർത്തി നിൽക്കുന്ന തിരുവള്ളുവർ സ്റ്റാച്ചു, അടുത്ത് തന്നെ വിവേകാനന്ദ റോക്ക് മെമ്മോറിയൽ. ഒരു വല്ലാത്ത അനുഭവം തന്നെയായിരുന്നു ആ കാഴ്ച. അമ്പലങ്ങളും തീർത്ഥാടകരും സ്വാമിമാരും തിരുവള്ളുവർ സ്റ്റാച്ചുവും വിവേകാനന്ദ റോക്ക് മെമ്മോറിയലും എല്ലാം കൂടി ഒരു സ്പിരിച്വൽ വൈബ്. കന്യാകുമാരിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നാണ് ഈ വിവേകാനന്ദ സ്മാരകം. തീരത്ത് നിന്ന് കുറച്ച് അകലെയായി പാറയുടെ മുകളിലായിട്ടാണ് ഈ സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. വിവേകാനന്ദ സ്വാമി 1892 കന്യാകുമാരി സന്ദർശിച്ചപ്പോൾ ഈ പാറയിലിരുന്നാണ് ഡീപ് മെഡിറ്റേഷൻ ചെയ്തത്. അതിന് സ്മരണാർത്ഥമാണ് ഈ സ്മാരകം നിർമ്മിച്ചത്. ഈ ചരിത്ര പ്രാധാന്യമുള്ള സ്ഥലത്ത് സ്വാമിയുടെ പ്രതിമയും ധ്യാന മന്ദിരവും നിർമ്മിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊരു ആകർഷണമാണ് തിരുവള്ളുവർ സ്റ്റാച്ചു. തമിഴ് സാഹിത്യത്തിലെ അഗ്രഗണ്യനായ കവിയും ചിന്തകനുമായ തിരുവള്ളുവരുടെ സ്മരണാർത്ഥം നിർമ്മിച്ച ഈ പ്രതിമ 133 അടി ഉയരമുള്ളതാണ്. തിരുവള്ളുവർ പ്രതിമ തമിഴ് സാഹിത്യത്തിന്റെയും ജ്ഞാനത്തിന്റെയും പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. ജാതിമത ഭേദമന്യേ എല്ലാവരും സന്ദർശിക്കുന്ന ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ മനോഹരമായ കടൽ തീരം. അതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. ത്രിവേണി സംഗമ എന്നറിയപ്പെടുന്ന 3 സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു സംഗമ സ്ഥലം കൂടിയാണ് ഇത്. അതായത് ഇന്ത്യൻ ഓഷ്യൻ, അറേബ്യൻ സീ ആൻഡ് ബേ ഓഫ് ബംഗാൾ എന്ന ഈ 3 സമുദ്രങ്ങൾ കൂട്ടിമുട്ടുന്ന ഒരു സ്ഥലം. ആൻഡ് ദാറ്റ് ഈസ് മൈ ഡെസ്റ്റിനേഷൻ, ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ. ഞാൻ വേഗം തന്നെ ആ തീരത്തേക്ക് നടന്നു നീങ്ങി. ആൻഡ് ഹിയർ ഐ ആം ഇൻ ദ സദേൺ മോസ്റ്റ് ടിപ്പ് ഓഫ് ഇന്ത്യ. ഞാൻ കുറച്ചു നേരം ആ മനോഹരമായ തീരത്തിരുന്ന് കാഴ്ചകൾ ആസ്വദിച്ചു. അന്ന് രാത്രി കന്യാകുമാരി എക്സ്പ്ലോർ ചെയ്യാൻ വന്ന മറ്റു 2 ട്രാവലേഴ്സിനെയും ഞാൻ മീറ്റ് ചെയ്തിരുന്നു. മെക്സിക്കോക്കാരിയായ ഗാബിയും പിന്നെ നമ്മുടെ കൊച്ചിക്കാരനായ ബിലാലും. അവരായിട്ട് അന്നത്തെ രാത്രി ഞാൻ ചിലവഴിച്ചു. ഇന്ന് അതിരാവിലെ തന്നെ എണീറ്റ് സൺറൈസ് കാണാൻ പോകണമെന്നായിരുന്നു എന്റെ പ്ലാൻ. പക്ഷെ തലേ ദിവസത്തെ ക്ഷീണം കാരണം അതിരാവിലെ തന്നെ എണീക്കാനായില്ല. എങ്കിലും ഞാൻ വേഗം തന്നെ റെഡിയായി നേരെ വ്യൂ പോയിന്റിലേക്ക് നടന്നു.
ഗാബിയും ബിലാലും വ്യൂ പോയിന്റിൽ വെയിറ്റ് ചെയ്യാമെന്നായിരുന്നു പറഞ്ഞത്. കടകളൊക്കെ തുറന്നു വരുന്നതേ ഉള്ളൂ. സൺറൈസ് കാണാൻ ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട്. ഞാൻ വേഗം വ്യൂ പോയിന്റിലേക്ക് നടന്നു. മൂന്ന് സമുദ്രങ്ങൾ സംഗമിക്കുന്നിടത്ത് സൂര്യൻ ഉദിക്കുന്ന ആ മനോഹരമായ കാഴ്ച കാണാൻ എന്നെപ്പോലെ ഒരുപാട് ആളുകൾ എത്തിയിരുന്നു. ഞാൻ ആ ജനക്കൂട്ടത്തിനിടയിലൂടെ സൺറൈസ് കാണാനായി നല്ലൊരു സ്പോട്ടും നോക്കി നടന്നു നീങ്ങി. ആകാശത്ത് പ്രകാശം പയ്യെ പൊട്ടിവിടർന്നു തുടങ്ങിയിരുന്നു. ഞാനൊരു പാറയുടെ മുകളിൽ ഇടം പിടിച്ച് സൂര്യൻ ഉദിക്കുന്നതും നോക്കി അങ്ങനെയിരുന്നു. ഒരു അത്ഭുതമായ കാഴ്ച തന്നെയാണത്. ഇരുട്ടുകൂടിയിരുന്ന ഒരു സ്ഥലത്തേക്ക് ടോർച്ച് അടിക്കുന്നത് പോലെ പ്രകൃതിയുടെ ഒരു കലാവിരുത്. കുറച്ചു നേരത്തെ ഇരുണ്ടിരുന്ന എല്ലാ സ്ഥലങ്ങളും നല്ല വെളിച്ചം വെച്ചിരിക്കുന്നു. അങ്ങകലെ വിവേകാനന്ദ സ്മാരകവും തിരുവള്ളുവർ സ്റ്റാച്ചുവും കാണാം. അരയന്മാർ മീൻപിടുത്തം ആരംഭിച്ചു കഴിഞ്ഞു. ഞാൻ ബിലാലിനെ വിളിച്ചപ്പോൾ ബിലാലും ഗാബിയും ഞാൻ വന്ന വഴിയിൽ തന്നെ ഉണ്ടെന്ന് മനസ്സിലായി. ഞാൻ വേഗം അവരുടെ അടുത്തേക്ക് നീങ്ങി. ഇതാണ് ഞാൻ പറഞ്ഞ ആ രണ്ടു ട്രാവലേഴ്സ്. ഞാൻ കൗച്ച് സർഫിംഗ് കമ്മ്യൂണിറ്റി വഴി പരിചയപ്പെട്ട ഗാബിയും ബിലാലും. ഗാബി ഒരു മെക്സിക്കോക്കാരിയാണ്. ഒരുപാട് രാജ്യങ്ങൾ ഇതിനോടകം അവൾ സഞ്ചരിച്ചു കഴിഞ്ഞു. ബിലാൽ ടൂറിസ്റ്റ് റിലേറ്റഡ് ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഒരുപാട് സ്ഥലങ്ങൾ സഞ്ചരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി അടുത്തത് വിവേകാനന്ദ സ്വാമി മെമ്മോറിയലിലോട്ട് പോകാനാണ് പ്ലാൻ. അതിനുള്ള ടിക്കറ്റ് എടുക്കാനായി ഞങ്ങൾ ഇന്നലെ ക്യൂ കണ്ട സ്ഥലത്തേക്ക് നടന്നു. ഫിഷ് മാർക്കറ്റ് സജീവമായി. മീൻ വാങ്ങാനായി ഒരുപാട് ആളുകൾ തടിച്ചു കൂടിയിട്ടുണ്ട്. തമിഴ്നാട്ടിലെ ഒരു ഫിഷ് മാർക്കറ്റ് ഞാൻ ഇതാദ്യമായിട്ടാണ് കാണുന്നത്. ഈ കാണുന്നതാണ് ഫെറി ടിക്കറ്റ് എടുക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ക്യൂ. ആ ക്യൂവിന്റെ നീളം കണ്ടതോടുകൂടി 1-2 മണിക്കൂർ വെയിറ്റ് ചെയ്താലേ ടിക്കറ്റ് എടുക്കാനാകുകയുള്ളൂ എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ പ്ലാൻ ഉപേക്ഷിച്ചു. ഗാബിക്ക് മുല്ലപ്പൂക്കളൊക്കെ കണ്ടപ്പോൾ കുറച്ച് വാങ്ങി മുടിയിൽ ചൂടാനൊരാഗ്രഹം. അങ്ങനെ ഒരു ചേച്ചിയുടെ സഹായത്തോടെ അവൾ ആ ആഗ്രഹം സാധിച്ചു. ഞങ്ങൾ ഭഗവതി അമ്മാൻ ക്ഷേത്രത്തിന്റെ പരിസരത്തുകൂടി കാഴ്ചകൾ കണ്ട് നടക്കുമ്പോൾ ഗാബി ഇതുവരെ പഠിച്ച കുറച്ച് ഹിന്ദിയൊക്കെ എന്നെ പഠിപ്പിച്ചു തരുന്നുണ്ടായിരുന്നു. ഹിന്ദി അവൾ വളരെ വൈബ്രന്റ് ആയിട്ടുള്ള നല്ല വൈബുള്ള ഒരു കുട്ടിയാണ്. So Gabi, how was your experience? Like how was the sunrise? Sunrise, waking up at 5 a.m. Okay. and watching the sunrise at 6:30, 7. Okay. For me, it was like a dream. Like a dream. Okay. I am in the end. Like the dream is to be in the end of India, Okay. watching all these people, Okay. watching the sunrise. Okay. It was very beautiful. Yeah, very beautiful, right? I enjoyed it. You know this, right? Like here, this is the point where three seas meet: the Bay of Bengal, the Arabian Sea, the Indian Ocean. So
we are in the right spot to We are witness in the this perfect beautiful spot. sunrise. Yeah. You enjoy it. അങ്ങനെ നടക്കുമ്പോഴാണ് ഒരു ടാറ്റു ഷോപ്പ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അപ്പോൾ മനസ്സിലേക്ക് കുറേ നാളായിട്ട് ആഗ്രഹിച്ച ഒരു കാര്യം ഓർമ്മ വന്നു. എൻ്റെ വലത് ചെവിയിൽ കാതുകുത്തുക എന്നത്. ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവിടെ അത് ചെയ്യുമെന്നറിഞ്ഞു. എന്തായാലും ഇന്ത്യ മുഴുവൻ എക്സ്പ്ലോർ ചെയ്യുവല്ലേ, കുറച്ച് നാൾ കഴിഞ്ഞേ തിരിച്ച് വീട്ടിലെത്തുകയുള്ളൂ. സോ എന്തായാലും ചെയ്യാമെന്ന് കരുതി. ആക്ച്വലി ആ ആഗ്രഹത്തിന് 4 ദിവസത്തെ ആയുസ്സുണ്ടായിരുന്നുള്ളൂ. That was the worst part. ഞാൻ കാതുകുത്തിയെങ്കിലും ഒരു 4 ദിവസം കഴിഞ്ഞപ്പോൾ വീട്ടിൽ അതിനെപ്പറ്റി പറഞ്ഞപ്പോൾ നീ ഇനി തിരിച്ചു വരണ്ട എന്നായിരുന്നു അവരുടെ മറുപടി. വീട്ടിൽ കയറ്റില്ല എന്ന് മമ്മിയുടെ ഭീഷണിയും. സോ ഞാൻ ആ സ്റ്റഡ് ഊരിവെച്ചു. 2 മാസത്തെ എൻ്റെ യാത്ര കഴിഞ്ഞ് തിരിച്ചു വീട്ടിലെത്തുമ്പോഴേക്കും ആ ഹോൾ അടഞ്ഞു പോയിരുന്നു. ഞങ്ങൾ 3 പേർക്കും നല്ല രീതിയിൽ വിശന്നു തുടങ്ങിയിരുന്നു. അങ്ങനെ ഞങ്ങൾ ഒരു റെസ്റ്റോറൻറ്റിൽ കയറി നല്ല ഇഡലിയും പൂരിയും ഒക്കെ കഴിച്ചു. Tell me, you really? It really was. What's this inside? No. Nice. नहीं. Sauce, yeah? It's fine. Not spicy. It won't mix. It's not good with this. This good with this. Okay, and This good with this. this? Okay. Puri. Puri, yeah. Puri is already ready. So Bilal, how is Bada? Okay, sweet. Very good. Uh-huh. You can't get in big restaurant like this. Okay. So I must try one Bada too. Sambar good. അങ്ങനെ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായി ഞങ്ങൾ ആ മണ്ഡപത്തിന്റെ അടുത്തേക്ക് പോയി. ഗാബി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ല പരിചയമുള്ള ആരെയോ പോലെ തോന്നി. അപ്പോഴാണ് മലയാളി നടി അപൂർവയെ ഓർമ്മ വന്നത്. എനിക്കൊരു കൗതുകം തോന്നി. ഞാൻ ഗാബിയോട് മുടിയിൽ പിടിച്ച് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. അതെ, അപൂർവ തന്നെ. അപൂർവയുടെ മെക്സിക്കൻ വേർഷൻ. Really? So you make the picture and then... അങ്ങനെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് മടങ്ങി. ഇനി എൻ്റെ അടുത്ത ഡെസ്റ്റിനേഷൻ തിരുവനന്തപുരമാണ്. മലനിരകളുടെ മനോഹരമായ കാഴ്ചകൾ സമ്മാനിക്കുന്ന പൊന്മുടിയും പിന്നെ നമ്മുടെ കേരളത്തിലെ തന്നെ മനോഹരമായ ക്ലിഫായിട്ടുള്ള വർക്കല ക്ലിഫ് കാണുക എന്നതുമാണ് പ്ലാൻ. ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. ഗാബിയും ബിലാലും നേരെ വർക്കലയിലേക്കും ഞാൻ നേരെ പൊന്മുടിയിലേക്കുമാണ് പോകുന്നത്. അങ്ങനെ കന്യാകുമാരി യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. എൻ്റെ ഇന്ത്യൻ ട്രാവൽ സീരീസിൻ്റെ വീഡിയോസ് മുടങ്ങാതെ കാണുവാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. എൻ്റെ ഈ യാത്രാ വിവരണത്തെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇറ്റ്സ് മീ സഞ്ജീത് സലാം, ദ മല്ലു എക്സ്പ്ലോറർ, സൈനിങ് ഓഫ്.